കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എന്റെ സുഹൃത്തായ ഷെർലക് ഹോംസ് അന്വേഷിച്ച 70ഓളം കേസുകളിൽ ഏറ്റവും വിചിത്രമായ ഒന്നായിരുന്നു സ്റ്റോക്ക് മോറാനിലെ റോയ്ലോട്ട് കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഹോംസ് പണത്തേക്കാൾ ഉപരിയായി സങ്കീർണവും അസാധാരണവുമായ കേസുകളെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ബേക്കർ സ്ട്രീറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന കാലത്താണ് ഇത് നടന്നത്. രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഞാൻ നൽകിയ വാക്ക് കാരണമാണ് ഇത്രയും കാലം ഇത് പുറത്തു പറയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ ഡോക്ടർ ജെയിംസ് പി റോയ്ലോട്ടിന്റെ മരണത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ തിരുത്താൻ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. 1883 ഏപ്രിൽ മാസത്തിലെ ഒരു പ്രഭാതം 7:15 ആയപ്പോഴേക്കും ഹോംസ് എന്റെ കിടക്കക്കരികിൽ വന്ന് എന്നെ വിളിച്ചുണർത്തി. സാധാരണ വൈകി എഴുന്നേൽക്കുന്ന ഹോംസ് ഇത്ര നേരത്തെ വന്നതിൽ എനിക്ക് അല്പം അത്ഭുതവും നീരസവും തോന്നി. "ക്ഷമിക്കണം വാട്സൺ," ഹോംസ് പറഞ്ഞു. "മിസ്സിസ് ഹഡ്സൺ എന്നെ വിളിച്ചുണർത്തി. ഞാൻ നിങ്ങളെയും." ഒരു യുവതി വളരെ പരിഭ്രമത്തോടെ വന്നിട്ടുണ്ട്. അവൾക്ക് എന്നെ ഉടൻ കാണണം. ഇത്ര നേരത്തെ ഒരാൾ വരണമെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിരിക്കും. തുടക്കം മുതൽ ഈ കേസിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതി. "തീർച്ചയായും ഹോംസ്, ഞാൻ വരാം," ഞാൻ മറുപടി നൽകി. ഹോംസിന്റെ നിരീക്ഷണപാടവവും യുക്തിയും എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ വസ്ത്രം മാറി താഴത്തെ മുറിയിലേക്ക് ചെന്നു. കറുത്ത വസ്ത്രം ധരിച്ച, മുഖം മറച്ച ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. "സുപ്രഭാതം," ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു. "ഇത് എന്റെ സുഹൃത്ത് ഡോക്ടർ വാട്സൺ ആണ്. ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം. തണുക്കുന്നുണ്ടെങ്കിൽ തീക്കടുത്ത് ഇരിക്കൂ, ഞാൻ കാപ്പി ആവശ്യപ്പെടാം." "എനിക്ക് തണുപ്പുകൊണ്ടല്ല, പേടികൊണ്ടാണ് വിറയ്ക്കുന്നത്," അവൾ പറഞ്ഞു. അവൾ മുഖപടം മാറ്റിയപ്പോൾ കണ്ടത് വിളറിയ മുഖവും ഭയന്ന കണ്ണുകളുമാണ്. 30 വയസ്സേ ഉള്ളൂവെങ്കിലും അവളുടെ മുടി നരച്ചിരുന്നു. "പേടിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം," ഹോംസ് അവളെ ആശ്വസിപ്പിച്ചു. "നിങ്ങൾ ഇന്നത്തെയിനിലാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്നെ അറിയാമോ?" അവൾ അത്ഭുതപ്പെട്ടു. "ഇല്ല, പക്ഷേ നിങ്ങളുടെ ഇടത് കൈയിലെ ഗ്ലൗസിനുള്ളിൽ ഒരു റിട്ടേൺ ടിക്കറ്റ് ഞാൻ കണ്ടു. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കുതിരവണ്ടിയിൽ ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്." അവൾ അമ്പരന്നുപോയി. "നിങ്ങളുടെ ജാക്കറ്റിന്റെ ഇടതുവശത്ത് 7 പുതിയ ചെളി തെറിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചെളി തെറിക്കുന്നത് ഒരു പ്രത്യേക തരം കുതിരവണ്ടിയിൽ ഡ്രൈവറുടെ ഇടതുവശത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ്," ഹോംസ് പുഞ്ചിരിയോടെ വിശദീകരിച്ചു. "നിങ്ങൾ പറഞ്ഞത് ശരിയാണ്," അവൾ പറഞ്ഞു. 6 മണിക്ക് മുൻപ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ലെതർഹെഡിൽ എത്തി. അവിടെ നിന്ന് വാട്ടർലൂവിലേക്ക് ട്രെയിൻ കയറി. എനിക്ക് സഹായത്തിന് ആരുമില്ല. മിസ്സിസ് ഭാരന്തോഷ് വഴിയാണ് ഞാൻ നിങ്ങളുടെ വിലാസം പറഞ്ഞത്. ഈ ഇരുട്ടിൽ എനിക്കൊരു വെളിച്ചം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ?" "ഇപ്പോൾ എനിക്ക് പ്രതിഫലം നൽകാൻ കഴിയില്ല, പക്ഷേ 1 മാസത്തിനുള്ളിൽ എന്റെ വിവാഹം നടക്കും. അന്ന് ഞാൻ തീർച്ചയായും നന്ദി കാണിക്കും." ഹോംസ് തന്റെ മേശ തുറന്ന് ഒരു ഡയറി എടുത്തു പരിശോധിക്കാൻ തുടങ്ങി. "ഭാരന്തോഷ്," അദ്ദേഹം പറഞ്ഞു. "അതെ, എനിക്ക് ആ കേസ് ഓർമ്മയുണ്ട്. അതൊരു മുത്തുമാലയെക്കുറിച്ചായിരുന്നു. വാട്സൺ, താങ്കൾ വരുന്നതിന് മുമ്പായിരുന്നു. മാഡം, നിങ്ങളുടെ സുഹൃത്തിനെ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജോലി തന്നെയാണ് എനിക്കുള്ള പ്രതിഫലം. എങ്കിലും എനിക്കുണ്ടാകുന്ന ചിലവുകൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്ത് നൽകിയാൽ മതി. ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറയൂ." "അയ്യോ," സന്ദർശക മറുപടി പറഞ്ഞു. "എന്റെ പേടി എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല എന്നതാണ് എന്റെ സങ്കടം. മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ കാര്യങ്ങളിലാണ് എനിക്ക് സംശയം തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകേണ്ട ആൾ പോലും ഞാൻ പറയുന്നത് വെറും തോന്നലുകളാണെന്നാണ് കരുതുന്നത്." അദ്ദേഹം അത് നേരിട്ട് പറയുന്നില്ലെങ്കിലും പെരുമാറ്റത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാം. "മിസ്റ്റർ ഹോംസ്, മനുഷ്യരുടെ മനസ്സിലെ ചീത്ത ചിന്തകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഈ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞുതരണം." "ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാഡം. എന്റെ പേര് ഹെലൻ സ്റ്റോണർ എന്നാണ്. ഞാൻ എന്റെ രണ്ടാനച്ഛന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇംഗ്ലണ്ടിലെ പഴയ കുടുംബങ്ങളിൽ ഒന്നായ സ്റ്റോക്ക് മോറാനിലെ റോയ്ലട്ട് കുടുംബത്തിലെ അവസാനത്തെ ആളാണ് അദ്ദേഹം.
സറേയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള സ്റ്റോക്ക് മൂറാനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹോംസ് തലയാട്ടി. ആ പേര് എനിക്ക് പരിചിതമാണ്, അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബം ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു. അവരുടെ ഭൂസ്വത്ത് വടക്ക് ബെർക്ഷയർ വരെയും പടിഞ്ഞാറ് ഹാംഷെയർ വരെയും വ്യാപിച്ചു കിടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടർച്ചയായി വന്ന 4 അവകാശികൾ ധൂർത്തന്മാരും വഴിതെറ്റിയവരും ആയിരുന്നു. ഒടുവിൽ റീജൻസി കാലഘട്ടത്തിലെ ഒരു ചൂതാട്ടക്കാരൻ ആ കുടുംബത്തെ പൂർണ്ണമായും തകർത്തു. ഇപ്പോൾ കുറച്ച് ഏക്കർ ഭൂമിയും 200 വർഷം പഴക്കമുള്ള ആ വീടും മാത്രമേ ബാക്കിയുള്ളൂ. ആ വീട് തന്നെ വലിയൊരു കടബാധ്യതയിലാണ്. എന്റെ മുത്തച്ഛൻ ഒരു പാവപ്പെട്ട പ്രഭുവിനെപ്പോലെ അവിടെയാണ് ജീവിതം തള്ളി നീക്കിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏകമകൻ, അതായത് എന്റെ രണ്ടാനച്ഛൻ, പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ബന്ധുവിൽ നിന്ന് പണം കടം വാങ്ങി ഡോക്ടർ ബിരുദം നേടി. പിന്നീട് കൽക്കട്ടയിലേക്ക് പോയി. അവിടെ തന്റെ കഴിവും സ്വഭാവമഹിമയും കൊണ്ട് അദ്ദേഹം വലിയൊരു ജോലി സമ്പാദിച്ചു. എന്നാൽ ഒരിക്കൽ വീട്ടിൽ നടന്ന മോഷണങ്ങളിൽ ദേഷ്യം വന്ന് അദ്ദേഹം തന്റെ വേലക്കാരനെ അടിച്ചുകൊന്നു. വധശിക്ഷയിൽ നിന്ന് അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പകരം അദ്ദേഹത്തിന് ദീർഘകാലം ജയിലിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം നിരാശനും മുൻകോപിയുമായി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിവന്നു. ഇന്ത്യയിലായിരുന്നപ്പോൾ ഡോക്ടർ റോയ്ലറ്റ് എന്റെ അമ്മയെ വിവാഹം കഴിച്ചു. ബംഗാൾ ആർട്ടിലറിയിലെ മേജർ ജനറൽ സ്റ്റോണറുടെ വിധവയായിരുന്നു എന്റെ അമ്മ മിസ്സിസ് സ്റ്റോണർ. ഞാനും എന്റെ സഹോദരി ജൂലിയയും ഇരട്ട കുട്ടികളായിരുന്നു. അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ പക്കൽ നല്ലൊരു തുക ഉണ്ടായിരുന്നു, വർഷത്തിൽ 1000 പൗണ്ടിൽ കുറയാത്ത വരുമാനം. ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കാലത്തോളം ആ പണം ഡോക്ടർ റോയ്ലറ്റിന് ഉപയോഗിക്കാമെന്നും ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നിശ്ചിത തുക ഞങ്ങൾക്ക് നൽകണമെന്നും അമ്മ വിൽപ്പത്രത്തിൽ എഴുതിയിരുന്നു. ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വന്നതിന് തൊട്ടുപിന്നാലെ അമ്മ മരിച്ചു. 8 വർഷം മുമ്പ് കൂവിന് അടുത്തുവെച്ചുണ്ടായ ഒരു ട്രെയിൻ അപകടത്തിലാണ് അമ്മ മരിച്ചത്. അതോടെ ലണ്ടനിൽ ഡോക്ടറായി ജോലി ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ഡോക്ടർ റോയ്ലറ്റ് ഞങ്ങളെ സ്റ്റോക്ക് മൂറാനിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മ ബാക്കിവെച്ച പണം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ധാരാളമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ ഈ സമയത്താണ് എന്റെ രണ്ടാനച്ഛന്റെ സ്വഭാവത്തിൽ ഭയങ്കരമായ മാറ്റം വന്നത്. അയൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനു പകരം അദ്ദേഹം വീട്ടിൽ തന്നെ അടച്ചിരുന്നു. സ്റ്റോക്ക് മൂറാനിലെ റോയ്ലറ്റ് കുടുംബത്തിലെ ഒരാൾ തിരിച്ചുവന്നതിൽ അയൽക്കാർക്ക് ആദ്യം സന്തോഷമായിരുന്നു. എന്നാൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് തന്നെ ആരെങ്കിലുമായി വഴക്കിടാൻ വേണ്ടിയായിരുന്നു. ഭ്രാന്തിനോട് അടുത്ത ഈ ദേഷ്യം ആ കുടുംബത്തിലെ പുരുഷന്മാർക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. ഉഷ്ണമേഖലാ പ്രദേശത്തെ ദീർഘകാല താമസം അദ്ദേഹത്തിന്റെ ദേഷ്യം വർദ്ധിപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പലപ്പോഴും നാട്ടുകാരുമായി വഴക്കുണ്ടാക്കി. 2 തവണ പോലീസിൽ പരാതി വരെ എത്തി. ഒടുവിൽ അദ്ദേഹം ആ ഗ്രാമത്തിന്റെ പേടിസ്വപ്നമായി മാറി. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആളുകൾ ഓടി ഒളിക്കുമായിരുന്നു. കാരണം അദ്ദേഹം അത്ര വലിയ കരുത്തനും ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ കഴിയാത്തവനുമാണ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നാട്ടിലെ കൊല്ലനെ ഒരു പാലത്തിന് മുകളിൽ നിന്ന് തോട്ടിലേക്ക് എറിഞ്ഞു. എന്റെ പക്കലുള്ള പണമെല്ലാം നൽകിയാണ് ആ പ്രശ്നം ഒതുക്കി തീർത്തത്. നാടോടികളായ ജിപ്സികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. ആ നാടോടികൾക്ക് ഞങ്ങളുടെ പറമ്പിൽ കൂടാരമടിക്കാൻ അദ്ദേഹം അനുവാദം നൽകി. ചിലപ്പോൾ അദ്ദേഹം അവരോടൊപ്പം ആഴ്ചകളോളം കറങ്ങി നടക്കും. അദ്ദേഹത്തിന് ഇന്ത്യൻ മൃഗങ്ങളോട് വലിയ താൽപ്പര്യമാണ്. ഇന്ത്യയിലുള്ള ഒരാൾ അദ്ദേഹത്തിന് മൃഗങ്ങളെ അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ചീറ്റപ്പുലിയും ഒരു ബബൂൺ കുരങ്ങുമുണ്ട്. അവ പറമ്പിലൂടെ സ്വതന്ത്രമായി നടക്കും. അദ്ദേഹത്തെപ്പോലെ തന്നെ ഗ്രാമവാസികൾക്ക് ഈ മൃഗങ്ങളെയും പേടിയാണ്. ഞങ്ങളുടെ ജീവിതം എത്രമാത്രം കഷ്ടമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. വേലക്കാരൊന്നും ഞങ്ങളുടെ കൂടെ നിൽക്കില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടുജോലികളെല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. മരിക്കുമ്പോൾ ജൂലിയയ്ക്ക് 30 വയസ്സു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എന്റെ മുടി നരച്ചതുപോലെ അവളുടെ മുടിയും അപ്പോഴേക്കും നരച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സഹോദരി മരിച്ചോ? അവൾ 2 വർഷം മുമ്പാണ് മരിച്ചത്. അവളുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രായത്തിലുള്ള ആരെയും കാണാൻ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ
എന്റെ അമ്മയുടെ സഹോദരി മിസ് ഹോണോറിയ വെസ്റ്റബെയിൽ ഹാറോയ്ക്ക് അടുത്ത് താമസിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ക്രിസ്മസ് സമയത്ത് ജൂലിയ അവിടെ പോയി. അവിടെ വെച്ച് അവൾ ഒരു മറൈൻ മേജറെ പരിചയപ്പെടുകയും അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജൂലിയ തിരിച്ചു വന്നപ്പോൾ രണ്ടാനച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം വിവാഹത്തിന് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്നാൽ വിവാഹത്തിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ ആ ഭീകരമായ സംഭവം നടന്നു. എന്റെ ഏക കൂട്ടുകാരിയെ എനിക്ക് നഷ്ടമായി. ഷെർലക് ഹോംസ് കസേരയിൽ തലേണ വെച്ച് കണ്ണുകളടച്ച് ചാരിയിരിക്കുകയായിരുന്നു. അദ്ദേഹം പതുക്കെ കണ്ണുകൾ തുറന്ന് തന്റെ അതിഥിയെ നോക്കി. വിവരങ്ങൾ കൃത്യമായി പറയൂ, അദ്ദേഹം പറഞ്ഞു. എനിക്ക് എല്ലാം കൃത്യമായി ഓർമ്മയുണ്ട്. ആ ഭയാനകമായ സമയത്തെ ഓരോ കാര്യവും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വീട് വളരെ പഴയതാണ്. ഇപ്പോൾ അതിന്റെ ഒരു ഭാഗത്തു മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. കിടപ്പുമുറികളെല്ലാം താഴത്തെ നിലയിലാണ്. നടുവിലത്തെ ഭാഗത്താണ് ഇരിക്കുന്ന മുറികൾ. കിടപ്പുമുറികളിൽ ആദ്യത്തേത് ഡോക്ടർ റോലറ്റിന്റേതാണ്, 2ാമത്തേത് എന്റെ സഹോദരിയുടേതും 3ാമത്തേത് എന്റേതുമാണ്. മുറികൾ തമ്മിൽ ബന്ധമില്ലെങ്കിലും അവയെല്ലാം ഒരേ ഇടനാഴിയിലേക്കാണ് തുറക്കുന്നത്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? തീർച്ചയായും. 3 മുറികളുടെയും ജനാലകൾ പുൽത്തകിടിയിലേക്കാണ് തുറക്കുന്നത്. ആ ദുരന്തം നടന്ന രാത്രിയിൽ ഡോക്ടർ റോലറ്റ് നേരത്തെ മുറിയിലേക്ക് പോയി. അദ്ദേഹം ഉറങ്ങാൻ പോയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം അദ്ദേഹം വലിക്കുന്ന ഇന്ത്യൻ ചുരുട്ടുകളുടെ രൂക്ഷമായ മണം എന്റെ സഹോദരിയെ അലട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി എന്റെ മുറിയിലേക്ക് വന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച് അവൾ കുറേ നേരം അവിടെ ഇരുന്നു. 11 മണിയായപ്പോൾ അവൾ പോകാനായി എഴുന്നേറ്റു. വാതിലിനടുത്തെത്തിയപ്പോൾ അവൾ ഒന്ന് നിന്നു, എന്നിട്ട് തിരിഞ്ഞു നോക്കി. ഹെലൻ, അർദ്ധരാത്രിയിൽ ആരെങ്കിലും വിസിൽ അടിക്കുന്നത് നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞു. നീ ഉറക്കത്തിൽ വിസിൽ അടിക്കാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? ഒരിക്കലുമില്ല. പക്ഷേ നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? കാരണം കഴിഞ്ഞ കുറച്ച് രാത്രികളായി പുലർച്ചെ ഏകദേശം 3 മണിക്ക് ഞാൻ നേർത്തതും വ്യക്തവുമായ ഒരു വിസിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഉറക്കം ഉണരുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് ആ ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ചിലപ്പോൾ അടുത്ത മുറിയിൽ നിന്നാകാം, അല്ലെങ്കിൽ മുറ്റത്ത് നിന്നാകാം. നീ അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് ഞാൻ കരുതി. ഇല്ല, ഞാൻ കേട്ടില്ല. അത് ആ തോട്ടത്തിലുള്ള നാടോടികൾ ആയിരിക്കും. അതാകാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് മുറ്റത്തായിരുന്നെങ്കിൽ നീയും അത് കേൾക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് ശരിയാണ്, പക്ഷേ ഞാൻ നിന്നേക്കാൾ ആഴത്തിൽ ഉറങ്ങുന്ന ആളാണല്ലോ. ശരി, എന്തായാലും അത് അത്ര വലിയ കാര്യമല്ല. അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്റെ മുറി അടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ വാതിൽ പൂട്ടുന്ന ശബ്ദവും ഞാൻ കേട്ടു. അങ്ങനെയോ? ഹോംസ് പറഞ്ഞു. രാത്രിയിൽ വാതിൽ പൂട്ടിക്കിടക്കുന്നത് നിങ്ങളുടെ പതിവാണോ? അതെ, എപ്പോഴും. അതെന്തുകൊണ്ടാണ്? ഡോക്ടർ ഒരു ചീറ്റപ്പുലിയെയും കുരങ്ങിനെയും വളർത്തുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. വാതിലുകൾ പൂട്ടിയാലല്ലാതെ ഞങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നിയിരുന്നില്ല. ശരിയാണ്. ദയവായി ബാക്കി കാര്യങ്ങൾ കൂടി പറയൂ. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തോ വലിയൊരു ആപത്ത് വരാനിരിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഞാനും എന്റെ സഹോദരിയും ഇരട്ടകളായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്രയേറെ ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊരു ഭീകരമായ രാത്രിയായിരുന്നു. പുറത്ത് കാറ്റ് അലറുന്നുണ്ടായിരുന്നു. ജനലുകളിൽ മഴ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ കാറ്റിന്റെ ശബ്ദത്തിനിടയിൽ ഭയന്നു വിറച്ച ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു. അത് എന്റെ സഹോദരിയുടെ ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു ഷാൾ പുതച്ച് ഇടനാഴിയിലേക്ക് ഓടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ എന്റെ സഹോദരി പറഞ്ഞതുപോലെ ഒരു ചെറിയ വിസിൽ ശബ്ദം കേട്ടു. തൊട്ടുപിന്നാലെ ഒരു ലോഹം താഴെ വീഴുന്നതുപോലെയുള്ള ശബ്ദവും കേട്ടു. ഞാൻ ഇടനാഴിയിലൂടെ ഓടിച്ചെന്നപ്പോൾ അവളുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പേടിയോടെ ഞാൻ നോക്കി നിന്നു. ഇടനാഴിയിലെ വിളക്കിന്റെ വെളിച്ചത്തിൽ സഹോദരി പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. പേടിച്ച് അവളുടെ മുഖം വിളറിയിരുന്നു. അവൾ സഹായത്തിനായി കൈകൾ നീട്ടി ഒരു മദ്യപാനിയെപ്പോലെ ആടിയാടിയാണ് നടന്നിരുന്നത്.
ഞാൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പക്ഷേ അപ്പോഴേക്കും അവളുടെ കാലുകൾ തളർന്നു. അവൾ നിലത്ത് വീണു. കഠിനമായ വേദന അനുഭവിക്കുന്നതുപോലെ അവൾ പുളയുകയായിരുന്നു. ആദ്യം അവൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അവളുടെ അടുത്തേക്ക് കുനിഞ്ഞപ്പോൾ അവൾ നിലവിളിച്ചു പറഞ്ഞു, "ഓ ദൈവമേ, ഹെലൻ, അത് ആ നാട ആണ്. പുള്ളികളുള്ള നാട്." അവൾക്ക് ഇനിയും എന്തോ പറയാനുണ്ടായിരുന്നു. അവൾ ഡോക്ടറുടെ മുറിക്ക് നേരെ വിരൽ ചൂണ്ടി. പക്ഷേ പെട്ടെന്നുണ്ടായ വിറയലിൽ അവളുടെ വാക്കുകൾ തടഞ്ഞുപോയി. ഞാൻ രണ്ടാനച്ഛനെ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അദ്ദേഹം തന്റെ വസ്ത്രം ധരിച്ച് മുറിയിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം സഹോദരിയുടെ അടുത്തെത്തിയപ്പോഴേക്കും അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം അവളുടെ വായിൽ ബ്രാൻഡി ഒഴിച്ചു നോക്കി. ഗ്രാമത്തിൽ നിന്ന് ഡോക്ടറെയും വിളിച്ചു വരുത്തി. പക്ഷേ എല്ലാം വെറുതെയായി. ബോധം തിരിച്ചു കിട്ടാതെ അവൾ പതുക്കെ മരണത്തിന് കീഴടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ അന്ത്യം അങ്ങനെയായിരുന്നു. ഒരു മിനിറ്റ്, ഷെർലക് ഹോംസ് പറഞ്ഞു. ആ വിസിൽ ശബ്ദത്തെക്കുറിച്ചും ലോഹശബ്ദത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഉറപ്പാണോ? സത്യം ചെയ്യാൻ കഴിയുമോ? അന്വേഷണ സമയത്ത് ഉദ്യോഗസ്ഥരും എന്നോട് ഇത് ചോദിച്ചിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയതാണ്. പക്ഷേ കാട്ടിന്റെ ശബ്ദത്തിനിടയിൽ എനിക്ക് തെറ്റിയതാകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹോദരി വസ്ത്രം മാറിയിരുന്നോ? ഇല്ല, അവൾ രാത്രി ധരിക്കുന്ന വസ്ത്രത്തിലായിരുന്നു. അവളുടെ വലതിലയിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയും ഇടതിലയിൽ ഒരു തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. അതായത് അപകടം നടന്ന സമയത്ത് അവൾ തീപ്പെട്ടി ഉരച്ച് ചുട്ടും നോക്കിയിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് നിഗമനത്തിലാണ് എത്തിയത്? അവർ വളരെ ശ്രദ്ധയോടെയാണ് കേസ് അന്വേഷിച്ചത്. കാരണം ഡോക്ടർ ബോലറ്റിന്റെ സ്വഭാവം ആ നാട്ടിൽ അത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ മരണകാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ജനലുകൾ പഴയ രീതിയിലുള്ള ഇരുമ്പ് അഴികൾ ഇട്ട ഷട്ടറുകൾ കൊണ്ട് അടച്ചിരുന്നു. ഭിത്തികളും തറയും എല്ലാം പരിശോധിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചിമ്മിനി വലുതാണെങ്കിലും അതിൽ ഇരുമ്പ് കമ്പികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരി മരിക്കുമ്പോൾ മുറിയിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉറപ്പാണ്. കൂടാതെ അവളുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. വിഷം വല്ലതും ഉള്ളിൽ ചെന്നിട്ടുണ്ടോ? ഡോക്ടർമാർ അത് പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. എങ്കിൽ ആ പാവം സ്ത്രീ എങ്ങനെയാണ് മരിച്ചത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? പേടികൊണ്ടും മാനസികമായ ആഘാതം കൊണ്ടുമാണ് അവൾ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവളെ അത്രയധികം പേടിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ആ സമയത്ത് അവിടെ നാടോടികൾ താമസിക്കുന്നുണ്ടായിരുന്നോ? അതെ, അവിടെ എപ്പോഴും അവർ ഉണ്ടാകാറുണ്ട്. ശരി, അവൾ പറഞ്ഞ ആ പുള്ളികളുള്ള നാട എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ചിലപ്പോൾ അവൾ ബോധമില്ലാതെ വെറുതെ പറഞ്ഞതാകാം എന്ന് ഞാൻ കരുതി. അല്ലെങ്കിൽ ആ നാടോടികളെക്കുറിച്ചാകാം. അവർ തലയിൽ കെട്ടുന്ന പുള്ളികളുള്ള തുണിയെക്കുറിച്ചാണോ അവൾ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഹോംസ് തൃപ്തിയാകാത്ത ഭാവത്തിൽ തലയാട്ടി. ഇത് വളരെ സങ്കീർണമായ കാര്യമാണ്, അദ്ദേഹം പറഞ്ഞു. ദയവായി ബാക്കി കൂടി പറയൂ. അതിനുശേഷം 2 വർഷം കഴിഞ്ഞു. എന്റെ ജീവിതം പഴയതിനേക്കാൾ ഒറ്റപ്പെട്ടതായിരുന്നു. എന്നാൽ 1 മാസം മുൻപ് എന്റെ ഒരു പഴയ സുഹൃത്ത് എന്നെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. പേഴ്സി ആർമിറ്റേജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റീഡിങ്ങിനടുത്തുള്ള ക്രെയിൻ വാട്ടറിലെ മിസ്റ്റർ ആർമിറ്റേജിന്റെ 2ാമത്തെ മകനാണ് അദ്ദേഹം. എന്റെ രണ്ടാനച്ഛന് ഈ വിവാഹത്തിന് എതിർപ്പില്ലായിരുന്നു. വസന്തകാലത്ത് ഞങ്ങളുടെ വിവാഹം നടക്കും. 2 ദിവസം മുൻപ് വീടിന്റെ ഒരു ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ തുടങ്ങി. എന്റെ മുറിയുടെ ഭിത്തി പൊളിച്ചതുകൊണ്ട് എനിക്ക് സഹോദരി മരിച്ച മുറിയിലേക്ക് മാറേണ്ടി വന്നു. അവൾ കിടന്നിരുന്ന അതേ കിടക്കയിൽ തന്നെ എനിക്ക് കിടക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി ഞാൻ അവിടെ കിടക്കുമ്പോൾ അവളുടെ മരണം ഓർത്ത് എനിക്ക് പേടി തോന്നി. പെട്ടെന്ന് ആ നിശബ്ദതയിൽ ഞാൻ ആ വിസിൽ ശബ്ദം കേട്ടു. അവളുടെ മരണത്തിനു മുൻപ് കേട്ട അതേ ശബ്ദം. ഞാൻ വേഗം എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. പക്ഷേ മുറിയിൽ ഒന്നും കണ്ടില്ല. എനിക്ക് പിന്നീട് അവിടെ കിടക്കാൻ പേടിയായി. നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തുള്ള ക്രൗൺ ഇൻ എന്ന സ്ഥലത്തുനിന്ന് ഒരു വണ്ടി പിടിച്ച് ലെതർഹെഡിലെത്തി. അവിടെ നിന്നാണ് നിങ്ങളെ കണ്ട് ഉപദേശം ചോദിക്കാൻ ഞാൻ ഇന്ന് രാവിലെ വന്നത്. നിങ്ങൾ ചെയ്തത് ബുദ്ധിപരമായ കാര്യമാണ്, എന്റെ സുഹൃത്ത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ എല്ലാം എന്നോട് പറഞ്ഞു. അതെ, എല്ലാം.
മിസസ് വോയ്ലറ്റ്, നിങ്ങൾ എല്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ രണ്ടാനച്ഛനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതെന്താണ് നിങ്ങൾ അങ്ങനെ പായുന്നത്? മറുപടിയായി ഹോംസ് അവളുടെ കൈയിലെ കറുത്ത ലേസ് തുണി മാറ്റി നോക്കി. അവളുടെ വെളുത്ത കൈത്തണ്ടയിൽ 5 വിരലുകൾ അമർന്ന പാടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. ആ യുവതിയുടെ മുഖം ചുവന്നു. അവർ തന്റെ പരിക്കേറ്റ കൈത്തണ്ട മറച്ചുപിടിച്ചു. അദ്ദേഹം വളരെ കടുപ്പക്കാരനായ ഒരാളാണ്, അവർ പറഞ്ഞു. ചിലപ്പോൾ സ്വന്തം കരുത്ത് എത്രത്തോളമുണ്ടെന്ന് അദ്ദേഹം പോലും അറിയുന്നുണ്ടാകില്ല. അവിടെ കുറച്ചുനേരം നിശബ്ദതയായിരുന്നു. ഹോംസ് തന്റെ കൈകളിൽ താടിയൂന്നി നിന്ന് കത്തുന്ന തീയിലേക്ക് നോക്കിയിരുന്നു. ഇതൊരു വലിയ കുഴപ്പമാണല്ലോ, ഒടുവിൽ അദ്ദേഹം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എങ്കിലും നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നിങ്ങളുടെ രണ്ടാനച്ഛൻ അറിയാതെ ഇന്ന് ഞങ്ങൾക്ക് സ്റ്റോക്ക് മോറാനിലെ ആ മുറികൾ കാണാൻ സാധിക്കുമോ? ഭാഗ്യത്തിന് അദ്ദേഹം ഇന്ന് ചില പ്രധാന കാര്യങ്ങൾക്കായി നഗരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മുഴുവൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തടയാൻ ആരും ഉണ്ടാകില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട്ടുജോലിക്കാരിയുണ്ട്, പക്ഷേ അവർ പ്രായമായവരും അല്പം വിഡ്ഢിയുമാണ്. അവരെ എനിക്ക് എളുപ്പത്തിൽ അവിടെ നിന്ന് മാറ്റാൻ കഴിയും. വളരെ നല്ലത്. വാട്സൺ, നിനക്ക് ഈ യാത്രയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ഒരിക്കലുമില്ല. എങ്കിൽ ഞങ്ങൾ 2 പേരും വരാം. നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇപ്പോൾ നഗരത്തിൽ എത്തിയ സ്ഥിതിക്ക് എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ഉണ്ടാകാൻ വേണ്ടി ഞാൻ 12 മണിയുടെ ട്രെയിനിൽ തിരിച്ചുപോകും. ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് നേരത്തെ തന്നെ എത്തും. എനിക്കും ചില ചെറിയ കാര്യങ്ങൾ തീർക്കാനുണ്ട്. നിങ്ങൾ പ്രഭാതഭക്ഷണം കഴിച്ചിട്ട് പോകുന്നില്ലേ? വേണ്ട, എനിക്ക് പോകണം. നിങ്ങളോട് ഈ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിന് വലിയ ആശ്വാസം തോന്നി. ഇന്ന് ഉച്ചകഴിഞ്ഞ് നിങ്ങളെ കാണാൻ ഞാൻ കാത്തിരിക്കും. അവർ തന്റെ കറുത്ത മുഖപടം താഴ്ത്തിയിട്ട് മുറിയിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്ക് പോയി. വാട്സൺ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? കസേരയിൽ ചാരിയിരുന്ന് ഷെർലക് ഹോംസ് ചോദിച്ചു. ഇതൊരു വലിയ നിഗൂഢതയും അപകടവും നിറഞ്ഞ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് വളരെ നിഗൂഢവും അപകടകരവുമാണ്. എങ്കിലും ആ സ്ത്രീ പറഞ്ഞതുപോലെ തറയും ചുവരുകളും ബലമുള്ളതാണെങ്കിൽ, വാതിലും ജനലും പുകക്കുഴലും വഴി ആർക്കും അകത്തേക്ക് വരാൻ കഴിയില്ലെങ്കിൽ, ആ സഹോദരി മരിക്കുമ്പോൾ തീർച്ചയായും മുറിയിൽ തനിച്ചായിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ രാത്രിയിൽ കേട്ട ആ വിസിലടിയും മരിക്കുന്നതിന് മുൻപ് ആ സ്ത്രീ പറഞ്ഞ വിചിത്രമായ വാക്കുകളും എന്തിനെക്കുറിച്ചായിരിക്കും? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. രാത്രിയിലെ വിസിലടി ശബ്ദം, ആ വയസ്സൻ ഡോക്ടറുമായി അടുത്ത ബന്ധമുള്ള നാടോടികൾ, തന്റെ വളർത്തുമകളുടെ വിവാഹം തടയാൻ ഡോക്ടർക്ക് വലിയ താൽപ്പര്യമുണ്ടെന്ന വസ്തുത, മരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ നാട എന്ന വാക്ക്, പിന്നെ കെലൻ സ്റ്റോളർ കേട്ട ലോഹശബ്ദം, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ രഹസ്യം ആ വഴിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ജനലിലെ ഇരുമ്പ് അഴികൾ വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദമാകാം അവൾ കേട്ടത്. പക്ഷേ ആ നാടോടികൾ എന്താണ് ചെയ്തത്? അത് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഈ സംഭവത്തിൽ എനിക്ക് കുറെ സംശയങ്ങളുണ്ട്, ഹോംസ്. എനിക്കും ഉണ്ട്, വാട്സൺ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് സ്റ്റോക്ക് മോറാനിലേക്ക് പോകുന്നത്. എന്റെ സംശയങ്ങൾ ശരിയാണോ, അതോ അതിന് വേറെ വല്ല വിശദീകരണവുമുണ്ടോ എന്ന് എനിക്ക് നോക്കണം. പക്ഷേ ഇതെന്താണ്? പെട്ടെന്ന് ഞങ്ങളുടെ മുറിയിലെ വാതിൽ ആരോ തള്ളിത്തുറന്നു. വലിയ ശരീരമുള്ള ഒരാൾ അവിടെ വന്നു നിന്നു. കറുത്ത തൊപ്പിയും നീളൻ കോട്ടും ഒക്കെ ധരിച്ച വിചിത്രമായ വേഷമായിരുന്നു അയാളുടേത്. കയ്യിൽ ഒരു ചാട്ടവാറും ഉണ്ടായിരുന്നു. അയാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. അയാളുടെ തൊപ്പി വാതിലിന്റെ മുകൾ ഭാഗത്ത് മുട്ടുന്നുണ്ടായിരുന്നു. ചുളിവുകൾ വീണ മുഖവും ദേഷ്യം നിറഞ്ഞ കണ്ണുകളും കൂർത്ത മൂക്കും അയാളെ ഒരു വേട്ടമൃഗത്തെപ്പോലെ തോന്നിപ്പിച്ചു. നിങ്ങളിൽ ആരാണ് ഹോംസ്? അയാൾ ചോദിച്ചു. അത് എന്റെ പേരാണ്, പക്ഷേ താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല, ഹോംസ് ശാന്തനായി പറഞ്ഞു. ഞാൻ സ്റ്റോക്ക് മോറാനിലെ ഡോക്ടർ ജെയിംസ് പി വോയ്ലറ്റ് ആണ്. അങ്ങനെയോ ഡോക്ടർ? ഹോംസ് ശാന്തമായി പറഞ്ഞു. ദയവായി ഇരിക്കൂ. എനിക്ക് ഇരിക്കണ്ട. എന്റെ വളർത്തുമകൾ ഇവിടെ വന്നിരുന്നു. ഞാൻ അവളെ പിന്തുടർന്ന് വന്നതാണ്. അവൾ നിങ്ങളോട് എന്താണ് പറഞ്ഞത്?
ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണല്ലേ, ഹോംസ് പറഞ്ഞു. അവൾ എന്താണ് പറഞ്ഞതെന്ന് മര്യാദയ്ക്ക് പറ. ആ വൃദ്ധൻ ദേഷ്യപ്പെട്ട് അലറി. പൂക്കൾ വിരിയാൻ നല്ല സമയമാണെന്ന് ഞാൻ കേട്ടു, ഹോംസ് യാതൊരു ഭാവമാറ്റവുമില്ലാതെ പറഞ്ഞു. നീ എന്നെ കളിപ്പിക്കുകയാണോ? അയാൾ ഒരു അടി മുന്നോട്ട് വന്ന് തന്റെ ചാട്ടവാർ വീശി. നിന്നെ എനിക്ക് അറിയാം. നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഹോംസ് അല്ലേ? എന്റെ സുഹൃത്ത് ഒന്നു പുഞ്ചിരിച്ചു. ഹോംസ് വെറുതെ നടന്ന് ഓരോന്ന് അന്വേഷിക്കുന്നവൻ. ഹോംസിന്റെ ചിരി വിടർന്നു. ഹോംസ് സ്കോട്ട്ലൻഡ് യാർഡിലെ ഉദ്യോഗസ്ഥൻ ചമയുന്നവൻ. ഹോംസ് ഉറക്കെ ചിരിച്ചു. നിങ്ങളുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പോകുമ്പോൾ വാതിൽ അടയ്ക്കണം, കാരണം നല്ല കാറ്റുണ്ട്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകൂ. എന്റെ കാര്യത്തിൽ ഇടപെടാൻ ധൈര്യപ്പെടരുത്. ഹെലൻ സ്റ്റോണർ ഇവിടെ വന്ന കാര്യം എനിക്കറിയാം. എന്നോട് കളിച്ചാൽ വിവരം അറിയും. ഇത് കണ്ടോ? അയാൾ വേഗത്തിൽ മുന്നോട്ടു വന്ന് അവിടെയിരുന്ന ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് തന്റെ വലിയ കൈകൾ കൊണ്ട് വളച്ചു. എന്നിൽ നിന്ന് അകന്നു നിന്നോണം എന്ന് ആക്രോശിച്ചുകൊണ്ട് അയാൾ ആ വളഞ്ഞ ഇരുമ്പ് ദണ്ട് അവിടെ എറിഞ്ഞിട്ട് പുറത്തേക്ക് പോയി. അയാൾ നല്ല സ്വഭാവക്കാരനാണല്ലോ, ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അയാളെപ്പോലെ അത്ര തടിയനല്ലായിരിക്കാം, പക്ഷേ അയാൾ ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ കരുത്തും ഞാൻ കാണിച്ചു കൊടുത്തേനെ. ഹോംസ് ആ വളഞ്ഞ ഇരുമ്പ് ദണ്ട് എടുത്തു പെട്ടെന്ന് നേരെയാക്കി. എന്റെ ഒരു സാധാരണ ഡിറ്റക്റ്റീവ് ആയി അയാൾ കരുതിയല്ലോ. എന്തായാലും ഈ സംഭവം നമ്മുടെ അന്വേഷണത്തിന് ആവേശം കൂട്ടുന്നുണ്ട്. ആ പാവം പെൺകുട്ടിക്ക് അയാൾ കാരണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു. ഇനി വാട്സൺ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് ഷെർലക് ഹോംസ് തിരിച്ചുവന്നത്. അയാളുടെ കയ്യിൽ കുറിപ്പുകൾ എഴുതിയ ഒരു നീല പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആ മരിച്ച സ്ത്രീയുടെ വിൽപത്രം കണ്ടു, ഹോംസ് പറഞ്ഞു. അവരുടെ സ്വത്ത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മക്കൾ വിവാഹം കഴിച്ചാൽ അവർക്ക് പണം നൽകേണ്ടിവരും. അപ്പോൾ ഡോക്ടർക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. അതുകൊണ്ടാണ് അയാൾ വിവാഹം തടയാൻ ശ്രമിക്കുന്നത്. വാട്സൺ, ഇനി നമുക്ക് സമയം കളയാനില്ല. അയാൾക്ക് നമ്മളെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് നിന്റെ തോക്ക് കയ്യിൽ കരുതിക്കോ. നമുക്ക് ഉടനെ പുറപ്പെടണം. ഞങ്ങൾ ട്രെയിനിൽ ലെതർഹെഡിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു വണ്ടിയിൽ സയയിലെ മനോഹരമായ വഴികളിലൂടെ യാത്ര ചെയ്തു. നല്ല വെയിലും മനോഹരമായ പ്രകൃതിയും ആയിരുന്നു അവിടെ. മരങ്ങളും ചെടികളും തളിർത്തു നിൽക്കുന്നു. പക്ഷേ ആ മനോഹരമായ കാഴ്ചകൾക്കിടയിലും ഞങ്ങൾ ഒരു അപകടകരമായ കാര്യത്തിനാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നി. ഹോംസ് എന്തോ ആലോചനയിൽ ആയിരുന്നു. പെട്ടെന്ന് അയാൾ എന്റെ തോളിൽ തട്ടി ദൂരേക്ക് വിരൽ ചൂണ്ടി. അവിടെ നോക്കൂ, അയാൾ പറഞ്ഞു. മരങ്ങൾ നിറഞ്ഞ ഒരു വലിയ പറമ്പ് സാവധാനം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. അതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആ മരങ്ങൾക്കിടയിൽ നിന്ന് വളരെ പഴയ ഒരു വലിയ വീടിന്റെ ചാരനിറത്തിലുള്ള മേൽക്കുരയും ചുമരുകളും കാണാമായിരുന്നു. സ്റ്റോക്ക് മോറാൻ? അദ്ദേഹം ചോദിച്ചു. അതെ സാർ, അത് ഡോക്ടർ ജെയിംസ് പി ഓലറ്റിന്റെ വീടാണ്, വണ്ടിക്കാരൻ പറഞ്ഞു. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടല്ലോ, ഹോംസ് പറഞ്ഞു. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതാ അവിടെയാണ് ഗ്രാമം, ഇടതുവശത്തുള്ള വീടുകൾ ചൂണ്ടിക്കാട്ടി വണ്ടിക്കാരൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വേലി കടന്ന് പാടത്തുകൂടിയുള്ള വഴിയിലൂടെ പോകുന്നതാണ് എളുപ്പം. അതാ ആ സ്ത്രീ നടന്നുപോകുന്ന വഴിയിലൂടെ. ആ സ്ത്രീ മിസ്സസ് സ്റ്റോണർ ആണെന്ന് ഞാൻ കരുതുന്നു, കൈകൊണ്ട് വെയിൽ മറച്ചു നോക്കിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി പണം നൽകി. വണ്ടി തിരികെ ലെതർഹെഡിലേക്ക് പോയി. നമ്മൾ കെട്ടിടം പണിക്കാരോ മറ്റോ ആണെന്ന് അയാൾ വിചാരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, വേലി കടക്കുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു. അപ്പോൾ അയാൾ വെറുതെ ഓരോന്നു പറഞ്ഞു നടക്കില്ലല്ലോ. ശുഭദിനം മിസ് സ്റ്റോണർ. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എത്തിയല്ലോ. രാവിലെ ഞങ്ങളെ കാണാൻ വന്ന ആ യുവതി സന്തോഷത്തോടെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടിവന്നു. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. അവർ ആവേശത്തോടെ ഞങ്ങൾക്ക് കൈ നൽകി പറഞ്ഞു. എല്ലാം നന്നായി നടന്നു. ഡോക്ടർ വോലറ്റ് നഗരത്തിലേക്ക് പോയിരിക്കുകയാണ്. വൈകുന്നേരം വരെയൊന്നും അദ്ദേഹം തിരിച്ചുവരാൻ സാധ്യതയില്ല. ഞങ്ങൾ ഡോക്ടറെ നേരിട്ട് കണ്ടു, ഹോംസ് പറഞ്ഞു. നടന്ന കാര്യങ്ങൾ അദ്ദേഹം ചുരുക്കത്തിൽ വിവരിച്ചു.
അത് കേട്ടപ്പോൾ മിസസ് ടോണറുടെ മുഖം വിളറി വെളുത്തു. ദൈവമേ! അവർ നിലവിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ പിന്തുടരുകയായിരുന്നു അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം വളരെ കൗശലക്കാരനാണ്. എനിക്ക് എപ്പോഴാണ് സുരക്ഷിതത്വം തോന്നുക എന്ന് പോലും അറിയില്ല. അദ്ദേഹം തിരിച്ചുവരുമ്പോൾ എന്തായിരിക്കും പറയുക? അദ്ദേഹം സൂക്ഷിക്കട്ടെ, കാരണം അദ്ദേഹത്തെക്കാൾ കൗശലമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞേക്കാം. ഇന്ന് രാത്രി നിങ്ങൾ മുറി അകത്തുനിന്ന് പൂട്ടണം. അദ്ദേഹം ഉപദ്രവിക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഹാറോയിലുള്ള നിങ്ങളുടെ അമ്മായിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇനി നമുക്ക് സമയം കളയാനില്ല. പരിശോധിക്കേണ്ട മുറികളിലേക്ക് ദയവായി ഞങ്ങളെ കൊണ്ടുപോകൂ. കെട്ടിടം ചാരനിറത്തിലുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതിന് ഉയർന്ന ഒരു നടുഭാഗവും ഞണ്ടിന്റെ നഖങ്ങൾ പോലെ ഇരുവശത്തേക്കും വളഞ്ഞു നിൽക്കുന്ന രണ്ടു വശങ്ങളുമുണ്ടായിരുന്നു. ഒരു വശത്തെ ജനലുകൾ തകർന്ന് മരപ്പലകകൾ കൊണ്ട് അടച്ചിരുന്നു. മേൽക്കൂര പകുതിയും തകർന്നു വീണിരുന്നു. നടുഭാഗവും അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. എന്നാൽ വലതുവശത്തെ ഭാഗം കുറച്ചുകൂടി പുതിയതായിരുന്നു. അവിടുത്തെ ജനലുകളിലെ കർട്ടനുകളും ചിമ്മിനിയിലൂടെ ഉയരുന്ന പുകയും അവിടെയാണ് കുടുംബം താമസിക്കുന്നതെന്ന് കാണിച്ചു. ഒരു വശത്തെ ഭിത്തിയിൽ കുറച്ച് പണികൾക്കായി തട്ടുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പണിക്കാരെ ആരെയും കണ്ടില്ല. ഹോംസ് വെട്ടിയൊതുക്കാത്ത പുൽത്തക്കിടിയിലൂടെ പതുക്കെ നടന്ന് ജനലുകളുടെ പുറംഭാഗം ശ്രദ്ധാപൂർവം പരിശോധിച്ചു. ഇത് നിങ്ങൾ ഉറങ്ങിയിരുന്ന മുറിയാണെന്നും നടുവിലത്തേത് നിങ്ങളുടെ സഹോദരിയുടേതാണെന്നും പ്രധാന കെട്ടിടത്തിന് അടുത്തുള്ളത് ടോപ്പർ പോലറ്റിന്റെ മുറിയാണെന്നും ഞാൻ കരുതുന്നു. ശരിയല്ലേ? അതെ, കൃത്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നടുവിലത്തെ മുറിയിലാണ് ഉറങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ ഭിത്തിയിൽ അത്ര വലിയ പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അവിടെ പണികളുടെ ആവശ്യമില്ലായിരുന്നു. എന്നെ എന്റെ മുറിയിൽ നിന്ന് മാറ്റാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാരണമായിരുന്നു അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഹാ, അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ മുറികൾക്കെല്ലാം പിന്നിലായി ഒരു ഇടനാഴിയുണ്ടല്ലോ. അവിടെ ജനലുകളുണ്ടോ? ഉണ്ട്, പക്ഷേ അവ വളരെ ചെറുതാണ്. ഒരാൾക്ക് അതിലൂടെ കടന്നുപോകാൻ കഴിയില്ല. രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരും വാതിലുകൾ അകത്തുനിന്ന് പൂട്ടാറുള്ളതുകൊണ്ട് ആ വശത്തുനിന്ന് ആർക്കും മുറിക്കുള്ളിൽ കടക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ദയവായി മുറിക്കുള്ളിൽ പോയി ജനലുകൾ അകത്തുനിന്ന് അടയ്ക്കുമോ? മിസസ് ടോണർ അങ്ങനെ ചെയ്തു. ഹോംസ് പുറത്തുനിന്ന് ജനലുകൾ തുറക്കാൻ പല വിധത്തിൽ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഒരു കത്തി പോലും അതിനിടയിലൂടെ കടത്താൻ കഴിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ ലെൻസ് ഉപയോഗിച്ച് ജനലിന്റെ വിജാഗിരികൾ പരിശോധിച്ചു. അവ ഉറപ്പുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഹോംസ് താടി തടവിക്കൊണ്ട് പറഞ്ഞു, എന്റെ നിഗമനങ്ങളിൽ ചില തടസ്സങ്ങളുണ്ട്. ജനലുകൾ അകത്തുനിന്ന് പൂട്ടിയാൽ ആർക്കും ഇതിലൂടെ കടക്കാൻ കഴിയില്ല. ശരി, മുറിക്കുള്ളിൽ എന്തെങ്കിലും സൂചനകൾ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. വെള്ളയടിച്ച ഒരു ചെറിയ ഇടനാഴിയിലൂടെയാണ് ആ 3 മുറികളിലേക്കും പോകുന്നത്. മൂന്നാമത്തെ മുറി പരിശോധിക്കാൻ ഹോംസ് തയ്യാറായില്ല. അതിനാൽ ഞങ്ങൾ രണ്ടാമത്തെ മുറിയിലേക്ക് പോയി. അവിടെയാണ് ഇപ്പോൾ മിസ് ടോണർ ഉറങ്ങുന്നത്. അവിടെ വെച്ചാണ് അവളുടെ സഹോദരിക്ക് അന്ത്യം സംഭവിച്ചതും. പഴയ വീടുകളിലേതുപോലെ താഴ്ന്ന മേൽക്കൂരയും വലിയൊരു അടുപ്പും ഉള്ള ഒരു സാധാരണ മുറിയായിരുന്നു അത്. ഒരു മൂലയിൽ തടികൊണ്ടുള്ള അലമാരയും മറ്റൊരു മൂലയിൽ വെളുത്ത വിരിയിട്ട ഒരു കട്ടിലും ഉണ്ടായിരുന്നു. ജനലിന്റെ ഇടതുവശത്തായി ഒരു മേശയും ഉണ്ടായിരുന്നു. ഇവ കൂടാതെ 2 ചൂരൽ കസേരകളും നടുവിൽ ഒരു കാർപ്പെട്ടും മാത്രമാണ് ആ മുറിയിലുണ്ടായിരുന്നത്. ഭിത്തിയിലെ മരപ്പലകകൾ വളരെ പഴയതും നിറം മങ്ങിയതുമായിരുന്നു. ഹോംസ് ഒരു കസേര വലിച്ചിട്ട് ഒരു മൂലയിൽ നിശബ്ദനായി ഇരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ മുറിയിലെ ഓരോ ചെറിയ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ മണി എന്തിനുള്ളതാണ്? കട്ടിലിന് അരികിലായി തൂങ്ങിക്കിടക്കുന്ന കട്ടിയുള്ള ഒരു കയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അതിന്റെ അറ്റം തലയിണയ്ക്ക് മുകളിലായിരുന്നു കിടന്നിരുന്നത്. അത് വേലക്കാരിയെ വിളിക്കാനുള്ളതാണ്. ഇത് മറ്റുള്ള സാധനങ്ങളെക്കാൾ പുതിയതാണല്ലോ. അതെ, 2 വർഷം മുമ്പാണ് അത് അവിടെ വെച്ചത്. നിങ്ങളുടെ സഹോദരി ആവശ്യപ്പെട്ടതുകൊണ്ടാണോ അത് വെച്ചത്? അല്ല, അവൾ അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇത്രയും നല്ലൊരു മണി അവിടെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു.
തറ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം. അദ്ദേഹം തറയിൽ കിടന്ന് തന്റെ ലെൻസ് ഉപയോഗിച്ച് പലകകൾക്കിടയിലെ വിടവുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. പിന്നീട് ഭിത്തിയിലെ മരപ്പലകകളും അദ്ദേഹം അതുപോലെ പരിശോധിച്ചു. അവസാനം അദ്ദേഹം കട്ടിലിനടുത്ത് ചെന്ന് ഭിത്തിയിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് ആ മണിയുടെ കയറിൽ പിടിച്ച് ഒന്നു വലിച്ചു. ഇതൊരു വ്യാജമണിയാണല്ലോ, അദ്ദേഹം പറഞ്ഞു. അത് ശബ്ദിക്കില്ലേ? ഇല്ല, ഇതിൽ വയറുകൾ ഒന്നുമില്ല. ഇത് വളരെ കൗതുകകരമാണ്. വെന്റിലേറ്ററിന് മുകളിലുള്ള ഒരു കൊളുത്തിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. എന്ത് വിചിത്രമാണിത്! ഞാൻ ഇത് ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. വളരെ അത്ഭുതം തന്നെ. കയറിൽ വലിച്ചുകൊണ്ട് ഹോംസ് പിറുപിറുത്തു. ഈ മുറിയിൽ വിചിത്രമായ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പുറത്തെ വായു അകത്തേക്ക് വരാൻ വെന്റിലേറ്റർ വയ്ക്കുന്നതിന് പകരം മറ്റൊരു മുറിയിലേക്ക് വെന്റിലേറ്റർ വെക്കാൻ ഏത് പണിക്കാരനാണ് തോന്നുക? അതും പുതിയതായി ഉണ്ടാക്കിയതാണ്, ആ സ്ത്രീ പറഞ്ഞു. ആ മണി വെച്ച സമയത്ത് തന്നെയാണോ ഇതും ചെയ്തത്? ഹോംസ് ചോദിച്ചു. അതെ, ആ സമയത്ത് കുറച്ചു മാറ്റങ്ങൾ വരുത്തിയിരുന്നു. വളരെ താൽപ്പര്യമുള്ള കാര്യങ്ങൾ തന്നെ. ശബ്ദിക്കാത്ത മണിയും വായു കടക്കാത്ത വെന്റിലേറ്ററും. മിസ് സ്റ്റോണർ, നിങ്ങളുടെ അനുവാദത്തോടെ നമുക്ക് അടുത്ത മുറി കൂടി പരിശോധിക്കാം. ഡോക്ടർ ദീംസ്പി വോലറ്റിന്റെ മുറി മറ്റേ മുറിയേക്കാൾ വലുതായിരുന്നു. പക്ഷേ അവിടെയും ലളിതമായ സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കട്ടിൽ, പുസ്തകങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ തടി അലമായ കട്ടിലിനടുത്ത് ഒരു ചാരുകസേര, ഭിത്തിക്ക് അരികിലായി മറ്റൊരു കസേര, ഒരു വട്ടമേശ, പിന്നെ വലിയൊരു ഇരുമ്പ് സേഫ് എന്നിവയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹോംസ് പതുക്കെ നടന്ന് അവയെല്ലാം വളരെ താൽപ്പര്യത്തോടെ പരിശോധിച്ചു. ഇതിനുള്ളിൽ എന്താണ്? സേപ്പിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. എന്റെ രണ്ടാനച്ഛന്റെ ബിസിനസ് രേഖകളാണ്. ഓൾ, നിങ്ങൾ ഇതിനുള്ളിൽ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ മാത്രം, വർഷങ്ങൾക്ക് മുൻപ്. അതിൽ നിറയെ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇതിനുള്ളിൽ ഒരു പൂച്ച കാണാൻ സാധ്യതയുണ്ടോ? ഇല്ല. അതെന്തൊരു ചോദ്യമാണ്! എങ്കിൽ ഇത് നോക്കൂ. സേപ്പിനു മുകളിൽ ഇരുന്നിരുന്ന ഒരു ചെറിയ പാത്രത്തിലെ പാൽ അദ്ദേഹം കാണിച്ചു. ഇല്ല, ഞങ്ങൾ പൂച്ചയെ വളർത്തുന്നില്ല. പക്ഷേ ഒരു ചീറ്റപ്പുലിയും ഒരു ബാബൂണും ഇവിടെയുണ്ട്. അതെ, തീർച്ചയായും. ഒരു ചീറ്റപ്പുലി വെറും ഒരു വലിയ പൂച്ചയാണ്. പക്ഷേ ഒരു പാത്രം പാൽ കൊടുത്തതുകൊണ്ട് അതിന്റെ വിശപ്പ് മാറില്ലല്ലോ. എനിക്ക് ഒരു കാര്യം കൂടി ഉറപ്പിക്കാനുണ്ട്. അവൻ ആ മരക്കസേരയുടെ മുന്നിൽ കുന്തിച്ചിരുന്ന് അതിന്റെ ഇരിപ്പിടം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. നന്ദി. അത് വ്യക്തമായി. അവൻ എഴുന്നേറ്റ് തന്റെ ലെൻസ് പോക്കറ്റിലിട്ടുകൊണ്ട് പറഞ്ഞു. ഹലോ, ഇതാ രസകരമായ ഒന്ന്. കട്ടിലിന്റെ ഒരു മൂലയിൽ തൂക്കിയിട്ടിരുന്ന ഒരു ചെറിയ നായച്ചമ്മട്ടിയാണ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ആ ചമ്മട്ടി ചുരുട്ടി ഒരു കുരുക്ക് പോലെ കെട്ടിയിരുന്നു. വാട്സൺ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു സാധാരണ ചമ്മട്ടിയാണ്. പക്ഷേ എന്തിനാണ് ഇത് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അത്ര സാധാരണമായ കാര്യമല്ല, അല്ലേ? കഷ്ടം. ഇതൊരു വല്ലാത്ത ലോകമാണ്. ബുദ്ധിയുള്ള ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഏറ്റവും ഭയാനകമാണ്. മിസ് സ്റ്റോണർ, ഞാൻ ഇപ്പോൾ കാണേണ്ടതെല്ലാം കണ്ടുകഴിഞ്ഞു എന്ന് തോന്നുന്നു. നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് പുൽത്തകിടിയിലേക്ക് നടക്കാം. അന്വേഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്റെ സുഹൃത്തിന്റെ മുഖം ഇത്ര ഗൗരവമുള്ളതായി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞങ്ങൾ പുൽത്തകിടിയിലൂടെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അദ്ദേഹം ചിന്തകളിൽ നിന്ന് ഉണരുന്നത് വരെ മിസ് സ്റ്റോണറോ ഞാനോ അദ്ദേഹത്തിന്റെ ചിന്തകളെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. മിസസ് സ്റ്റോണർ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അനുസരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യാം. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. ഒട്ടും മടിക്കരുത്. നിങ്ങൾ ഇത് അനുസരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവൻ. ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ആദ്യമായി, ഞാനും എന്റെ സുഹൃത്തും ഇന്ന് രാത്രി നിങ്ങളുടെ മുറിയിൽ കഴിയണം. മിസ് സ്റ്റോണറും ഞാനും അത്ഭുതത്തോടെ ഹോംസിനെ നോക്കി. അതെ, അത് അങ്ങനെ തന്നെ വേണം. ഞാൻ വിശദീകരിക്കാം. അവിടെ കാണുന്നത് ഗ്രാമത്തിലെ സത്രമാണോ? അതെ, അത് ക്രൗൺ ആണ്. വളരെ നല്ലത്. അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളുടെ മുറിയിലെ ജനാലകൾ കാണാൻ പറ്റില്ലേ? തീർച്ചയായും കാണാം. നിങ്ങളുടെ രണ്ടാനച്ഛൻ മടങ്ങിവരുമ്പോൾ
തലവേദനയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുറിയിൽ തന്നെ ഇരിക്കണം. അദ്ദേഹം ഉറങ്ങാൻ പോകുന്നത് കേൾക്കുമ്പോൾ ജനൽപ്പാളികൾ തുറന്ന് അതിന്റെ കൊളുത്തു മാറ്റണം. ഞങ്ങൾക്ക് സൂചന നൽകാനായി അവിടെ ഒരു വിളക്ക് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുമായി പണ്ട് താമസിച്ചിരുന്ന മുറിയിലേക്ക് പതുക്കെ മാറണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു രാത്രി അവിടെ കഴിയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓ, തീർച്ചയായും അത് എളുപ്പമാണ്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ രാത്രി നിങ്ങളുടെ മുറിയിൽ ചെലവഴിക്കും. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ആ ശബ്ദത്തിന്റെ കാരണം ഞങ്ങൾ അന്വേഷിക്കും. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ഇതിനോടകം തന്നെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിസ് സ്റ്റോണർ എന്റെ കൂട്ടുകാരന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടു പറഞ്ഞു. ചിലപ്പോൾ ആയിരിക്കാം. എങ്കിൽ ദയവുചെയ്ത് പറയൂ, എന്റെ സഹോദരിയുടെ മരണകാരണം എന്തായിരുന്നു? കൂടുതൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയതിനു ശേഷം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ചിന്ത ശരിയാണോ എന്ന് എങ്കിലും നിങ്ങൾക്ക് പറയാമല്ലോ. അവൾ മരിച്ചത് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പേടിക്കൊണ്ടാണോ? അല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇതിന് പിന്നിൽ കൂടുതൽ വ്യക്തമായ മറ്റൊരു കാരണമുണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ മിസസ് സ്റ്റോണർ, ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ ബ്രോലറ്റ് മടങ്ങിവന്ന് ഞങ്ങളെ ഇവിടെ കണ്ടാൽ ഞങ്ങളുടെ യാത്ര വെറുതെയാകും. പോയി വരട്ടെ, ധൈര്യമായിരിക്കൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ അപകടങ്ങളെ ഉടൻ തന്നെ ഞങ്ങൾ തുരത്തും എന്ന് ഉറപ്പ് നൽകുന്നു. ഷെർലക് ഹോംസിനും എനിക്കും ക്രൗൺ ഇൻ ഹോട്ടലിൽ മുറികൾ കിട്ടാൻ പ്രയാസമൊന്നുമുണ്ടായിരുന്നില്ല. അവ മുകളിലത്തെ നിലയിലായിരുന്നു. ഞങ്ങളുടെ ജനലിലൂടെ നോക്കിയാൽ സ്റ്റോക്ക് മോറാൻ മാനർ ഹൗസിന്റെ കവാടവും ആളുകൾ താമസിക്കുന്ന ഭാഗവും കാണാമായിരുന്നു. സന്ധ്യയായപ്പോൾ ഡോക്ടർ ഗിംസ്ബി വോലറ്റ് വണ്ടി ഓടിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു. വണ്ടി ഓടിച്ചിരുന്ന ചെറിയ പയ്യന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ വലിയ രൂപം തെളിഞ്ഞു കണ്ടു. ഭാരമേറിയ ഇരുമ്പുഗേറ്റ് തുറക്കാൻ ആ പയ്യൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ഡോക്ടർ പരുക്കൻ ശബ്ദത്തിൽ അവനെ ചീത്ത പറയുന്നതും കൈമുഷ്ടി ചുരുട്ടി ആക്രോശിക്കുന്നതും ഞങ്ങൾ കണ്ടു. വണ്ടി മുന്നോട്ടു പോയി. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അവിടുത്തെ ഒരു മുറിയിൽ വിളക്ക് തെളിഞ്ഞപ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു വെളിച്ചം ഞങ്ങൾ കണ്ടു. വാട്സൺ, ഇരുട്ടിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഹോംസ് പറഞ്ഞു, താങ്കളെ ഇന്ന് രാത്രി കൂടെ കൂട്ടുന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ഇതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമോ? താങ്കളുടെ സാന്നിധ്യം എനിക്ക് വലിയൊരു സഹായമായിരിക്കും. എങ്കിൽ ഞാൻ തീർച്ചയായും വരും. അത് താങ്കളുടെ വലിയ മനസ്സ്. താങ്കൾ അപകടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ മുറികളിൽ ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇല്ല, പക്ഷേ താങ്കൾ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഊഹിച്ചെടുത്തു എന്ന് മാത്രം. താങ്കൾ കണ്ടതെല്ലാം തന്നെ ഞാനും കണ്ടു. ആ മണി മുഴക്കാനുള്ള കയർ ഒഴികെ വിചിത്രമായ ഒന്നും ഞാൻ കണ്ടില്ല. അത് എന്തിനാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ ആ വെന്റിലേറ്ററും കണ്ടില്ലേ? ഉവ്വ്, പക്ഷേ 2 മുറികൾക്കിടയിൽ അങ്ങനെയൊരു ചെറിയ ദ്വാരം ഉള്ളത് അത്ര വലിയ കാര്യമല്ലല്ലോ. ഒരു എലിക്ക് പോലും കടന്നുപോകാൻ പറ്റാത്തത്ര ചെറുതാണത്. സ്റ്റോക്ക് മോറാനിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അങ്ങനെയൊരു വെന്റിലേറ്റർ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഹോംസ്, അതെ, എനിക്കറിയാമായിരുന്നു. ഡോക്ടർ വോലറ്റിന്റെ ചുരുട്ടിന്റെ മണം തന്റെ സഹോദരിക്ക് കിട്ടാറുണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? 2 മുറികൾക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അപ്പോൾ തന്നെ എനിക്ക് തോന്നി. അത് വളരെ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ മരണാനന്തര പരിശോധനയിൽ അത് ആരെങ്കിലും ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് അതൊരു വെന്റിലേറ്റർ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചത്. പക്ഷേ അതുകൊണ്ട് എന്ത് ദോഷമാണ് ഉള്ളത്? ശ്രദ്ധിക്കൂ, അവിടെ ചില കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട്. ഒരു വെന്റിലേറ്റർ ഉണ്ടാക്കുന്നു, ഒരു കയർ തൂക്കുന്നു, ആ കട്ടിലിൽ കിടന്നുറങ്ങുന്ന സ്ത്രീ മരിക്കുന്നു. ഇത് വിചിത്രമായി തോന്നുന്നില്ലേ? എനിക്ക് ഇപ്പോഴും ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നില്ല. ആ കട്ടിലിനെക്കുറിച്ച് വിചിത്രമായ എന്തെങ്കിലും താങ്കൾ ശ്രദ്ധിച്ചോ? ഇല്ല. അത്തറയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതുപോലെ ഉറപ്പിച്ചുവെച്ച ഒരു കട്ടിൽ താങ്കൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആ സ്ത്രീക്ക് തന്റെ കട്ടിൽ നീക്കാൻ കഴിയില്ലായിരുന്നു.
അത് എപ്പോഴും ആ വെന്റിലേറ്ററിനും കയറിനും നേരെ തന്നെ ഇരിക്കണം. ആ കയർ ഒരിക്കലും മണിമുഴക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് ഉറപ്പാണ്. ഹോംസ്, ഞാൻ വിളിച്ചു പറഞ്ഞു, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. ഭയങ്കരമായ ഒരു കുറ്റകൃത്യം തടയാൻ നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതെ, ഇത് വളരെ ഭീകരമായ ഒന്നാണ്. ഒരു ഡോക്ടർ കുറ്റവാളിയായാൽ അവൻ ഏറ്റവും അപകടകാരിയായിരിക്കും. അയാൾക്ക് ധൈര്യവും അറിവും ഉണ്ടാകും. പാമറും പ്രിച്ചാർഡും അവരുടെ തൊഴിലിൽ മിടുക്കരായിരുന്നു. ഈ മനുഷ്യൻ അവരെക്കാൾ അപകടകാരിയാണ്. പക്ഷേ വാട്സൺ, നമുക്ക് അയാളെ നേരിടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി കഴിയുന്നതിനു മുമ്പ് നമുക്ക് ഒരുപാട് ഭയാനകമായ കാര്യങ്ങൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുനേരം നമുക്ക് സമാധാനമായിരുന്ന് പൈപ്പ് വലിച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. ഏകദേശം 9 മണിയായപ്പോൾ മരങ്ങൾക്കിടയിലെ വെളിച്ചം അണഞ്ഞു. മാനർ ഹൗസിന്റെ ഭാഗം മുഴുവൻ ഇരുട്ടിലായി. 2 മണിക്കൂർ പതുക്കെ കടന്നുപോയി. പെട്ടെന്ന് കൃത്യം 11 മണിയായപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. അതാണ് നമ്മുടെ സൂചന, ഹോംസ് എഴുന്നേറ്റുകൊണ്ടു പറഞ്ഞു. അത് നടുവിലത്തെ ജനലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഹോംസ് ഹോട്ടൽ ഉടമയോട് സംസാരിച്ചു. ഒരു സുഹൃത്തിനെ കാണാൻ പോകുകയാണെന്നും ചിലപ്പോൾ രാത്രി അവിടെ തങ്ങുമെന്നും പറഞ്ഞു. അടുത്ത നിമിഷം ഞങ്ങൾ ഇരുട്ടുള്ള റോഡിലായിരുന്നു. തണുത്ത കാറ്റ് ഞങ്ങളുടെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിലൂടെ ഞങ്ങളെ നയിക്കാൻ ആ മഞ്ഞ വെളിച്ചം മുന്നിൽ തെളിഞ്ഞു നിന്നു. മതിലിലെ തകർന്ന ഭാഗങ്ങളിലൂടെ അകത്ത് കടക്കാൻ വലിയ പ്രയാസമൊന്നുമുണ്ടായിരുന്നില്ല. മരങ്ങൾക്കിടയിലൂടെ നടന്ന് ഞങ്ങൾ പുൽത്തകിടിയിൽ എത്തി. ജനലിലൂടെ അകത്തേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് ലോറൽ ചെടികൾക്കിടയിൽ നിന്ന് വിചിത്രമായ ഒരു രൂപം പുറത്തേക്ക് വന്നത്. വികൃതമായ ഒരു കുട്ടിയെപ്പോലെ തോന്നിച്ച അത് പുല്ലിൽ കിടന്ന് ഉരുളുകയും പിന്നീട് ഇരുട്ടിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു. ദൈവമേ, ഞാൻ മന്ത്രിച്ചു. താങ്കൾ അത് കണ്ടോ? ഹോംസും എന്നെപ്പോലെ തന്നെ ഞെട്ടിപ്പോയിരുന്നു. പരിഭ്രമം കാരണം അദ്ദേഹം എന്റെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു. പിന്നീട് അദ്ദേഹം പതുക്കെ ചിരിച്ചുകൊണ്ട് എന്റെ ചെവിയിൽ പറഞ്ഞു, ഇതൊരു നല്ല കുടുംബം തന്നെ. അദ്ദേഹം മന്ത്രിച്ചു. അതൊരു ബബൂം ആണ്. ഡോക്ടർ വളർത്തുന്ന വിചിത്രമായ മൃഗങ്ങളെക്കുറിച്ച് ഞാൻ മറന്നുപോയിരുന്നു. അവിടെ ഒരു ചീറ്റപ്പുലിയും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ തോളിലേക്ക് ചാടി വീണേക്കാം. ഹോംസിനെപ്പോലെ ഞാനും ഷൂസ് അഴിച്ചുവെച്ച് മുറിക്കുള്ളിൽ കടന്നപ്പോൾ എനിക്ക് അല്പം ആശ്വാസം തോന്നി. എന്റെ കൂട്ടുകാരൻ ശബ്ദമുണ്ടാക്കാതെ ജനലുകൾ അടച്ചു, വിളക്ക് മേശപ്പുറത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു. പകൽ കണ്ടതുപോലെ തന്നെയായിരുന്നു എല്ലാം. പിന്നീട് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്ന് കൈകൾ ചുരുട്ടിപ്പിടിച്ച് എന്റെ ചെവിയിൽ വളരെ പതുക്കെ മന്ത്രിച്ചു. ചെറിയൊരു ശബ്ദം പോലും നമ്മുടെ പദ്ധതികളെ തകർക്കും. ഞാൻ കേട്ടു എന്ന് കാണിക്കാൻ തലയാട്ടി. നമുക്ക് വെളിച്ചമില്ലാതെ ഇരിക്കണം. വെന്റിലേറ്ററിലൂടെ അയാൾ അത് കാണാൻ സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും തലയാട്ടി. ഉറങ്ങിപ്പോകരുത്. നിങ്ങളുടെ ജീവൻ തന്നെ ഇതിനെ ആശ്രയിച്ചിരിക്കും. ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ നിന്റെ പിസ്റ്റൾ കയ്യിൽ കരുതുക. ഞാൻ കട്ടിലിന്റെ വശത്തിരിക്കാം. നിങ്ങൾ ആ കസേരയിൽ ഇരിക്കൂ. ഞാൻ എന്റെ റിവോൾവർ എടുത്ത് മേശയുടെ മൂലയിൽ വെച്ചു. ഹോംസ് നീളമുള്ള ഒരു വടി കൂടെ കരുതിയിരുന്നു. അത് അദ്ദേഹം തന്റെ അരികിൽ കട്ടിലിൽ വെച്ചു. അതിന്റെ കൂടെ ഒരു തീപ്പെട്ടിയും മെഴുകുതിരി കഷ്ണവും അവൻ വെച്ചു. പിന്നീട് അദ്ദേഹം വിളക്ക് അണച്ചു. ഞങ്ങൾ ഇരുട്ടിലായി. ഭയാനകമായ ആ കാത്തിരിപ്പ് എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ഒരു ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എന്റെ കൂട്ടുകാരൻ കണ്ണു തുറന്ന് എന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെപ്പോലെ അദ്ദേഹവും വലിയ പരിഭ്രമത്തിലായിരുന്നു. ജനലുകൾ അടച്ചതിനാൽ വെളിച്ചത്തിന്റെ ഒരു തരിപ്പോലും അകത്തേക്ക് വന്നില്ല. ഞങ്ങൾ പൂർണ്ണമായ ഇരുട്ടിൽ കാത്തിരുന്നു. പുറത്തുനിന്ന് ഇടയ്ക്കിടെ രാപ്പാടികളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ജനലിന് തൊട്ടടുത്ത് ഒരു പൂച്ചയെപ്പോലെയുള്ള കരച്ചിൽ കേട്ടു. ചീറ്റപ്പുലി പുറത്ത് അഴിച്ചുവിട്ട നിലയിലാണെന്ന് അത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ദൂരെയുള്ള പള്ളിയിലെ ക്ലോക്കിൽ നിന്ന് ഓരോ 15 മിനിറ്റിലും മുഴങ്ങുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ആ സമയത്തിന് എന്ത് ദൈർഘ്യമായിരുന്നു! 12 മണിയായി. പിന്നെ 1, 2, 3 മണിയായി. എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഞങ്ങൾ നിശബ്ദരായി കാത്തിരുന്നു. പെട്ടെന്ന് വെന്റിലേറ്ററിന്റെ ഭാഗത്ത് ഒരു വെളിച്ചം മിന്നിമറഞ്ഞു. ഉടനെ തന്നെ എണ്ണ കത്തുന്നതിന്റെയും ചൂടായ ലോഹത്തിന്റെയും രൂക്ഷമായ ഗന്ധം അവിടെ പടർന്നു.
അടുത്ത മുറിയിലുള്ള ആരോ ഒരു വിളക്ക് തെളിച്ചിരിക്കുന്നു. അനക്കത്തിന്റെ നേർത്ത ശബ്ദം ഞാൻ കേട്ടു. പിന്നെ എല്ലാം വീണ്ടും നിശബ്ദമായി. എന്നാൽ ആ ഗന്ധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരുന്നു. അരമണിക്കൂറോളം ഞാൻ കാതോർത്ത് അവിടെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടു. ഒരു കെട്ടിലിൽ നിന്ന് നീരാവി പുറത്തുവരുന്നതുപോലെയുള്ള വളരെ നേർത്തതും ശാന്തവുമായ ഒരു ശബ്ദം. അത് കേട്ട നിമിഷം ഹോംസ് കിടക്കയിൽ നിന്ന് ചാടിയെഴുന്നേറ്റു. ഒരു തീപ്പെട്ടി ഉരച്ചു. തന്റെ ചൂരൽ വടി കൊണ്ട് ബേൽച്ചരടിൽ ആഞ്ഞുതല്ലി. "നിങ്ങൾ അത് കാണുന്നുണ്ടോ, വാട്സൺ?" അദ്ദേഹം അലറി. "നിങ്ങൾ അത് കാണുന്നുണ്ടോ?" പക്ഷേ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഹോംസ് തീപ്പെട്ടി ഉരച്ച നിമിഷം ഞാൻ താഴ്ന്ന സ്വരത്തിലുള്ള ഒരു വിസിൽ കേട്ടു. എന്നാൽ പെട്ടെന്നുണ്ടായ ആ വെളിച്ചം എന്റെ കണ്ണുകളിൽ അടിച്ചതിനാൽ എന്റെ സുഹൃത്ത് ഇത്ര ക്രൂരമായി എന്തിനെയാണ് അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തിരുന്നതായും ഭയവും വെറുപ്പും നിറഞ്ഞതായും എനിക്ക് കാണാമായിരുന്നു. അദ്ദേഹം അടിക്കുന്നത് നിർത്തി വെന്റിലേറ്ററിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു നിലവിളി ഉയർന്നു. വേദനയും ഭയവും ദേഷ്യവും കലർന്ന ആ ഭീകരമായ നിലവിളി കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു. താഴെ ഗ്രാമത്തിലും ദൂരെയുള്ള പള്ളിമേടയിലും ഉള്ളവർ പോലും ആ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറയപ്പെടുന്നു. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ മരവിപ്പിച്ചു കളഞ്ഞു. ആ ശബ്ദം അവസാനിക്കുന്നതുവരെ ഞാനും ഹോംസും പരസ്പരം നോക്കി നിന്നു. "ഇതിന്റെ അർത്ഥമെന്താണ്?" ഞാൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. "എല്ലാം അവസാനിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം," ഹോംസ് മറുപടി നൽകി. "ഒരുപക്ഷെ ഇതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ പിസ്റ്റൾ എടുക്കൂ. നമുക്ക് ഡോക്ടർ വോയ്ലറ്റിന്റെ മുറിയിലേക്ക് പോകാം." ഗൗരവമേറിയ മുഖത്തോടെ അദ്ദേഹം വിളക്ക് തെളിച്ചു. ഇടനാഴിയിലൂടെ മുന്നിൽ നടന്നു. അദ്ദേഹം മുറിയുടെ വാതിലിൽ 2 തവണ മുട്ടി. പക്ഷേ ഉള്ളിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല. തുടർന്ന് അദ്ദേഹം വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. കയ്യിൽ പിസ്റ്റളുമായി ഞാനും അദ്ദേഹത്തിന് പിന്നാലെ പോയി. അസാധാരണമായ ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ കണ്ണുകളിൽപ്പെട്ടത്. മേശപ്പുറത്ത് പകുതി തുറന്ന ഒരു വിളക്ക് ഈക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചം തുറന്നിട്ടിരുന്ന ഇരുമ്പ് സേപ്പിന് മേൽ പതിക്കുന്നുണ്ടായിരുന്നു. മേശയ്ക്കരികിലെ മരക്കസേരയിൽ ഡോക്ടർ ഗ്രിംസ്ബി വോയ്ലറ്റ് ഇരിക്കുന്നു. അദ്ദേഹം ഒരു നീണ്ട ചാരനിറത്തിലുള്ള ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ചിരുന്നു. പകലിൽ ഞങ്ങൾ കണ്ട ആ നീളൻ ചാട്ട അദ്ദേഹത്തിന്റെ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ താടി ഉയർന്നിരുന്നു. കണ്ണുകൾ മേൽക്കൂരയുടെ മൂലയിലേക്ക് ഭയാനകമായി തുറിച്ചുനോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തവിട്ടുനിറത്തിലുള്ള പുള്ളികളുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള നാട മുറുക്കി കെട്ടിയിരിക്കുന്നതായി തോന്നി. ഞങ്ങൾ അകത്തേക്ക് കടന്നപ്പോൾ അദ്ദേഹം അനങ്ങുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തില്ല. "ആ നാട, പുള്ളികളുള്ള ആ നാട," ഹോംസ് മന്ത്രിച്ചു. ഞാൻ ഒരടി മുന്നോട്ടു വെച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലയിലെ ആ വിചിത്രമായ നാട അനങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുടിക്കിടയിൽ നിന്ന് ഒരു പാമ്പിന്റെ പരന്ന തലയും വീർത്ത കഴുത്തും ഉയർന്നു വന്നു. "ഇതൊരു സ്വാമ്പ് ആഡർ ആണ്," ഹോംസ് വിളിച്ചു പറഞ്ഞു. "ഇന്ത്യയിലെ ഏറ്റവും മാരകമായ പാമ്പ്. കടിയേറ്റ് 10 സെക്കൻഡിനുള്ളിൽ അദ്ദേഹം മരിച്ചു. അക്രമം കാണിക്കുന്നവർക്ക് അക്രമത്തിലൂടെ തന്നെ തിരിച്ചടി ലഭിക്കും. കുഴി കുഴിക്കുന്നവൻ അതിൽ തന്നെ വീഴും. നമുക്ക് ഈ ജീവിയെ അതിന്റെ കൂട്ടിലേക്ക് തന്നെ മാറ്റാം. അതിനുശേഷം നമുക്ക് മിസസ് സ്റ്റോണറെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യാം." ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ച മനുഷ്യന്റെ മടിയിൽ നിന്ന് ആ ചാട്ടവാർ വേഗത്തിൽ എടുത്തു. അതിന്റെ ലൂപ്പ് പാമ്പിന്റെ കഴുത്തിൽ ഇട്ട് അതിനെ അവിടെ നിന്ന് മാറ്റി. കൈ അകലത്തിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ ഇരുമ്പ് സേഫിനുള്ളിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ചു. സ്റ്റോക്ക് മോറാനിലെ ഡോക്ടർ ഗ്രിംസ്ബി വോയ്ലറ്റിന്റെ മരണത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ ഇവയാണ്. ഭയന്നുപോയ ആ പെൺകുട്ടിയെ ഞങ്ങൾ എങ്ങനെയാണ് ഈ സങ്കടവാർത്ത അറിയിച്ചതെന്നും പിറ്റേന്ന് രാവിലെ അവളെ ഹാരോയിലുള്ള അവളുടെ അമ്മായിയുടെ അടുത്തേക്ക് എങ്ങനെ എത്തിച്ചെന്നും പറഞ്ഞ് ഈ കഥ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല. അപകടകാരിയായ ഒരു വളർത്തുമൃഗത്തോടൊപ്പം കളിക്കുന്നതിനിടയിലാണ് ഡോക്ടർക്ക് ഈ വിധി ഉണ്ടായതെന്നാണ് ഔദ്യോഗിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ കേസിനെക്കുറിച്ച് എനിക്ക് അറിയാൻ ബാക്കിയുണ്ടായിരുന്ന കാര്യങ്ങൾ പിറ്റേന്ന് മടക്കയാത്രയിൽ ഷെർലക് ഹോംസ് എനിക്ക് വിശദീകരിച്ചു തന്നു. "പ്രിയപ്പെട്ട വാട്സൺ, ആവശ്യത്തിന് വിവരങ്ങളില്ലാതെ നിഗമനങ്ങളിൽ എത്തുന്നത് എത്ര അപകടകരമാണെന്ന് ഇത് കാണിച്ചുതരുന്നു. ഞാൻ ആദ്യം കരുതിയത് തികച്ചും തെറ്റായിരുന്നു. നാടോടികളുടെ സാന്നിധ്യവും ആ പാവം പെൺകുട്ടി പറഞ്ഞ നാട എന്ന വാക്കും എന്നെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു.
തീപ്പെട്ടിവെട്ടത്തിൽ അവൾ കണ്ട കാഴ്ചയെ വിവരിക്കാനാണ് ആ വാക്ക് ഉപയോഗിച്ചത്. എന്നാൽ മുറിയിലുള്ള ആൾക്ക് ജനലിലൂടെയോ വാതിലിലൂടെയോ അപകടം സംഭവിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടൻ തന്നെ എന്റെ ചിന്തകൾ മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ശ്രദ്ധ ആ വെന്റിലേറ്ററിലേക്കും കട്ടിലിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ബെൽറൂപ്പിലേക്കും തിരിഞ്ഞു. ആ കയർ വെറുതെ കെട്ടിത്തൂക്കിയതാണെന്നും കട്ടിൽ തറയിൽ ഉറപ്പിച്ചിരിക്കുകയാണെന്നും കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ആ തുഴയിലൂടെ വരുന്ന എന്തോ ഒന്നിന് കട്ടിലിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പാലമായിരുന്നു ആ കയർ. പെട്ടെന്നു തന്നെ ഒരു പാമ്പിന്റെ കാര്യം എന്റെ ഓർമ്മയിൽ വന്നു. ഡോക്ടറുടെ പക്കൽ ഇന്ത്യയിൽ നിന്നുള്ള ജീവികളുണ്ടെന്ന അറിവ് കൂടിയായപ്പോൾ ഞാൻ ശരിയായ വഴിയിലാണെന്ന് എനിക്ക് ഉറപ്പായി. രാസപരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയാത്ത ഒരു വിഷം ഉപയോഗിക്കുക എന്നത് ബുദ്ധിമാനും ക്രൂരനുമായ ഒരാളുടെ ചിന്തയാണ്. അത്തരമൊരു വിഷം പെട്ടെന്ന് ഫലിക്കുമെന്നത് അയാൾക്ക് ഗുണകരമായി. പാമ്പിന്റെ പല്ലുകൾ ഏറ്റ പാടുകൾ കണ്ടെത്താൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനു മാത്രമേ കഴിയൂ. പിന്നെ ഞാൻ ആ വിസിലിനെക്കുറിച്ച് ചിന്തിച്ചു. രാവിലെ വെളിച്ചം വരുന്നതിനു മുമ്പ് പാമ്പിനെ തിരികെ വിളിക്കണമല്ലോ. നമ്മൾ കണ്ട ആ പാൽ ഉപയോഗിച്ചാകാം അയാൾ അതിനെ പരിശീലിപ്പിച്ചത്. അയാൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന സമയത്ത് വെന്റിലേറ്ററിലൂടെ പാമ്പിനെ അകത്തേക്ക് വിടും. അത് കയറിലൂടെ ഇഴഞ്ഞ് കട്ടിലിലെത്തും. അത് ചിലപ്പോൾ ഉടനെ കടിക്കണമെന്നില്ല. ഒരുപക്ഷെ ഒരാഴ്ചയോളം അവൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവൾ അതിന്റെ ഇരയാകും. അയാളുടെ മുറിയിൽ കയറുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഈ നിഗമനങ്ങളിലെത്തിയിരുന്നു. അവിടുത്തെ കസേര പരിശോധിച്ചപ്പോൾ അയാൾ അതിൽ കയറി നിൽക്കാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെന്റിലേറ്ററിൽ എത്താൻ അത് ആവശ്യമാണല്ലോ. അവിടുത്തെ സേപ്പും പാല് വെച്ച പാത്രവും ചാട്ടവാറിന്റെ ചരടും കണ്ടപ്പോൾ എന്റെ ബാക്കി സംശയങ്ങളും മാറി. മിസസ് ടോണർ കേട്ട ആ ലോഹശബ്ദം അയാൾ തന്റെ സേപ്പിന്റെ വാതിൽ വേഗത്തിൽ അടച്ചപ്പോൾ ഉണ്ടായതാണ്. കാര്യങ്ങൾ ഉറപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ കേട്ടതുപോലെ ഞാനും ആ ജീവിയുടെ ചീട്ട് കേട്ടു. ഉടനെ തന്നെ ഞാൻ വിളക്ക് തെളിയിച്ച് അതിനെ ആക്രമിച്ചു. അതിന്റെ ഫലമായി അത് വെന്റിലേറ്ററിലൂടെ തിരിച്ചുപോയി. അതുമാത്രമല്ല, അത് മറുവശത്തുള്ള അതിന്റെ യജമാനനെ തന്നെ ആക്രമിക്കാനും കാരണമായി. എന്റെ വടികൊണ്ടുള്ള അടികൊണ്ട് ദേഷ്യം വന്ന പാമ്പ് മുന്നിൽ കണ്ട ആദ്യത്തെ ആളെ തന്നെ കടിച്ചു. ഈ രീതിയിൽ ഡോക്ടർ ദീംസ്ബി റോയ്ലോട്ടിന്റെ മരണത്തിന് ഞാൻ ഒരു പരിധിവരെ കാരണക്കാരനാണ്. പക്ഷേ അതിന്റെ പേരിൽ എനിക്ക് വലിയ മനസാക്ഷിക്കോ വിഷമമോ ഒന്നും തോന്നുന്നില്ല.